ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോ നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടക്കാലയളവിൽ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അൽ നസർ ബെൻഡോയെ ഒഴിവാക്കിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് ബെൻഡോ ഈ ക്ലബിനകത്ത് തന്നെ തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മോശം പ്രകടനം ബ്രസീലിയൻ ദേശീയ ടീമിനും ആശങ്ക സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. പകരം ഹ്യൂഗോ സൗസ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് ബ്രസീലിയൻ ടീമിൽ ഇടം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആൻഡ്രേ ഹെർണൻ നൽകിയിട്ടുണ്ട്. അതായത് ബെൻഡോ തന്റെ മികവ് വീണ്ടെടുത്തിട്ടുണ്ട്. അതായത് അൽ നസറിനോടൊപ്പം കളിച്ച അവസാനത്തെ 9 മത്സരങ്ങളിൽ 8 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ബെൻഡോക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനം സൗദി അറേബ്യയിൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സൗദി പ്രോ ലീഗിലെ കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ബെൻഡോ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്താൻ ബെൻഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഇപ്പോൾ പ്രതീക്ഷ ജനിച്ചു വരികയാണ്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് തന്നെ ഉൾപ്പെടുത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ അദ്ദേഹത്തിൽ മുളച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആൻഡ്രേ ഹെർണൻ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിന്റെ സ്ക്വാഡിൽ 2 ഗോൾ കീപ്പർമാർക്ക് സ്ഥാനം ഉറപ്പാണ്. ആലിസണും എഡേഴ്സണും ഉണ്ടാകും. മൂന്നാമത്തെ ഗോൾ കീപ്പർ ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ. ഹ്യൂഗോ സൗസ അവിടെയുണ്ട്. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷെ ബെൻഡോ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഒരു ഫൈറ്റ് നൽകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വരുന്ന 16-ാം തീയതിയാണ് ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അവിടെ 3rd ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സൗസ ഉണ്ടാകുമോ ബെൻഡോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ബ്രസീലിയൻ ആരാധകർക്ക് അറിയേണ്ടത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.